ഗുഡ് മോർണിംഗ് ആനന്ദ്. ആദ്യം തന്നെ നമുക്ക് ആഭ്യന്തര വിപണിയുടെ ഒരു അപ്ഡേറ്റ്സിലേക്ക് പോയി നോക്കാം. ആഭ്യന്തര വിപണിയെ സംബന്ധിച്ച് കഴിഞ്ഞ സെഷനിൽ ഒരു റെക്കോർഡ് ഹൈ ക്ലോസ് അല്ലെങ്കിൽ റെക്കോർഡ് ഹൈയിലേക്ക് ഉയരാൻ വേണ്ടിയിട്ട് സാധിച്ചിട്ടുണ്ടായിരുന്നു. തുടക്ക വ്യാപാരത്തിൽ നോക്കുമ്പോൾ തന്നെ ആദ്യം ഒരു ഇടിവിലേക്ക് പോയിരുന്നു. പിന്നീട് അങ്ങോട്ട് ആ ഒരു ഇടിവിൽ നിന്നും ശക്തമായിട്ടുള്ള ഒരു റിക്കവറി കാണാൻ സാധിച്ചിരുന്നു. അതിനുശേഷം അവസാന നിമിഷങ്ങൾ വ്യാപാരം അവസാനിപ്പിക്കുന്നതിന്റെ അവസാന നിമിഷങ്ങളിൽ ഒരു 23,664 എന്നൊരു ഇൻട്രാഡേ ഹൈയിലേക്ക് കുതിക്കുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടായി. തുടർന്ന് അങ്ങോട്ട് വീണ്ടും ഒരു പ്രോഫിറ്റ് ബുക്കിംഗിലേക്ക് പോയി അവസാനം 42 പോയിന്റിന്റെ ഒരു ഇടിവിൽ 23,516 എന്ന റേഞ്ചിലാണ് ക്ലോസ് ചെയ്തത്. കഴിഞ്ഞ ഇൻട്രാഡേ ലോ പരിശോധിക്കുമ്പോൾ 23,412 എന്നുള്ള ഒരു ഇൻട്രാഡേ ലോയിലേക്കും നിഫ്റ്റിയെ സംബന്ധിച്ച് ഇടിയുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടായിരുന്നു. ഇന്നത്തെ വിപണിയിൽ പ്രധാനമായിട്ടും നിഫ്റ്റിയെ സംബന്ധിച്ച് ഇനി നമ്മൾ വാച്ച് ചെയ്യേണ്ട ലെവലുകൾ ഏതൊക്കെയാണ്? നിഫ്റ്റി അത്യാവശ്യം നമ്മുടെ ഓൾ ടൈം ഹൈ ഇന്നലെ കട്ട് ചെയ്തിരുന്നു നിഫ്റ്റി. സോ നമുക്ക് ഇന്നത്തെ ദിവസം നമുക്ക് നോക്കാൻ പറ്റുന്ന ലെവൽസ് ആണ് 23,664. അതുപോലെ നമുക്ക് നെക്സ്റ്റ് വരുന്ന ഒരു പ്രൈസ് റേഞ്ച് ആണ് 23,630 ആൻഡ് 636. 23,630, 23,636 എന്ന് പറയുന്ന ലെവൽസ്. അതുപോലെ നമുക്ക് നോക്കാൻ പറ്റുന്ന ഒരു സപ്പോർട്ട് റേഞ്ച് ആണ് 23,482 23,500 എന്ന് പറയുന്നത്. ആൻഡ് നമ്മുടെ പ്രീവിയസ് ഡേ ലോ ആയിട്ടുള്ള 23,412 നല്ലൊരു വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു സപ്പോർട്ട് ലെവലാണ്. അത് ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ മാർക്കറ്റിന് വളരെ ഫാസ്റ്റ് ആയിട്ട് തന്നെ അറൌണ്ട് 23,341 നിഫ്റ്റി എത്താവുന്നതാണ്. ആൻഡ് നിഫ്റ്റിയുടെ നമ്മൾ ഓപ്പൺ ഇൻട്രസ്റ്റിലേക്ക് നമ്മൾ ചെക്ക് ചെയ്യുമ്പോൾ നിഫ്റ്റിയിൽ നമുക്ക് ഇന്നത്തെ ദിവസം വളരെ ഹൈലി വോളട്ടൈൽ ആയിട്ടുള്ള മൂവ്മെന്റ് നമുക്ക് ഇന്നത്തെ ദിവസം കാണാൻ കഴിയുന്നതാണ്. ബിക്കോസ് വളരെ അധികം സെല്ലേഴ്സ് ഉള്ളത് 24,000 ആൻഡ് 23,000 ബാക്കി അത്യാവശ്യം ഒരു ഓൾമോസ്റ്റ് ഒരു കോമൺ ലെവലിലാണ് നിൽക്കുന്നത്. ആൻഡ് ഒരു ബെയറിഷ് സെന്റിമെന്റ് ആണ് നിഫ്റ്റിയിൽ കാണുന്നത്. അതോടൊപ്പം തന്നെ നിഫ്റ്റി ബാങ്കിനെ സംബന്ധിച്ചും 1000 പോയിന്റോളം ഒരു മുന്നേറ്റം കഴിഞ്ഞ സെഷനിൽ രേഖപ്പെടുത്തിയിരുന്നു. പ്രധാനപ്പെട്ട ബാങ്കിംഗ് സ്റ്റോക്കുകളൊക്കെ തന്നെ മികച്ചൊരു ഔട്ട് പെർഫോമൻസ് കാഴ്ചവെച്ചിരുന്നു. പ്രത്യേകിച്ചും അവസാന നിമിഷത്തിൽ 52,000 എന്നുള്ള മാർക്കിന് അടുത്ത് വരെ എത്താൻ വേണ്ടിയിട്ട് നിഫ്റ്റി ബാങ്കിന് സാധിച്ചിരുന്നു. 51,957 എന്നൊരു ഇൻട്രാഡേ ഹൈയിലേക്ക് ഉയരാൻ വേണ്ടി നിഫ്റ്റി ബാങ്കിന് സാധിച്ചിരുന്നു. പ്രധാനപ്പെട്ട ബാങ്കിംഗ് സ്റ്റോക്കുകൾ ആക്സിസ് ബാങ്ക്, HDFC ബാങ്ക് പോലുള്ള ബാങ്കിംഗ് സ്റ്റോക്കുകളൊക്കെ തന്നെ വളരെ മികച്ചൊരു ഔട്ട് പെർഫോമൻസ് കാഴ്ചവെച്ചിട്ടുണ്ടായിരുന്നു. വലിയൊരു പിന്തുണയായിരുന്നു ഇന്നലെ നിഫ്റ്റിക്ക് നൽകിയിട്ടുണ്ടായിരുന്നത്. നിഫ്റ്റി ബാങ്കിനെ സംബന്ധിച്ച് ഇന്ന് ഇനിയിപ്പോൾ പ്രധാനമായിട്ടും ശ്രദ്ധിച്ചിരിക്കേണ്ട ലെവലുകൾ ഏതൊക്കെയാണ്? നമ്മൾ നിഫ്റ്റി ബാങ്കിലേക്ക് നോക്കുകയാണെങ്കിൽ നിഫ്റ്റി ബാങ്ക് ഇന്നലെ തന്നെ ഓൾ ടൈം ഹൈ കട്ട് ചെയ്തിരുന്നു. അതിലൊരു പ്രധാന പങ്ക് വഹിച്ച ആൾ HDFC ബാങ്ക് ആണ്. കാരണം കഴിഞ്ഞ HDFC ബാങ്കിന്റെ റിസൾട്ട് വന്നപ്പോൾ ഓൾമോസ്റ്റ് ഒരു അറൌണ്ട് ഒരു 3 to 5% HDFC ബാങ്ക് താഴേക്ക് വീണിരുന്നു. സോ ആ ഒരു ഗ്യാപ്പ് മാർക്കറ്റ് ഇന്നലെ ഫില്ല് ചെയ്താണ് നമ്മൾ കണ്ടത്. ആൻഡ് നമ്മൾ ബാങ്ക് നിഫ്റ്റിയിലേക്ക് പോകുമ്പോൾ ബാങ്ക് നിഫ്റ്റിയുടെ ഇമ്പോർട്ടന്റ് ലെവൽസ് ആയിട്ട് നമുക്ക് പറയാൻ കഴിയുന്ന 51,960 വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു റെസിസ്റ്റൻസ് ഏരിയ ആണ്. ആൻഡ് അത് കഴിഞ്ഞിട്ട് ഒരു റെസിസ്റ്റൻസ് ഏരിയ ആയിട്ട് വരുന്നത് 52,000 ആണ്. പ്ലസ് ഒരു സപ്പോർട്ട് ഏരിയ നമുക്ക് കാണാൻ കഴിയുന്നത് ഒരു പ്രൈസ് റേഞ്ച് ആണ്, ഒരു പോയിന്റ് റേഞ്ച് ആണ് അറൌണ്ട് 51,176 ആൻഡ് 51,253 എന്ന് പറയുന്ന ആ ഒരു പ്രൈസ് റേഞ്ച്. അതുപോലെ നമുക്കൊരു സപ്പോർട്ട് ലെവലായിട്ട് കാണാൻ കഴിയുന്ന 50,565 നെക്സ്റ്റ് സപ്പോർട്ട് ലെവലായിട്ട് 50,113 ബിറ്റ്വീൻ ദ പോയിന്റ്സ് 50,113 ആൻഡ് 50,072. ആൻഡ് മാർക്കറ്റ് ആ ഒരു സപ്പോർട്ട് ലെവൽ മാർക്കറ്റ് ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ നെക്സ്റ്റ് സപ്പോർട്ട് എടുക്കാൻ സാധ്യത ഉള്ള ഒരു ലെവലാണ് 49,627. അത് മാർക്കറ്റ് ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് വളരെ നല്ലൊരു ഫോൾ എക്സ്പെക്ട് ചെയ്യാവുന്നതാണ്. ആ ഒരു ഫോള് വി ക്യാൻ എക്സ്പെക്ട് അറൌണ്ട് 757 പോയിന്റ്സിന്റെ ഒരു 1.53% ഫോൾ നമുക്ക് ബാങ്ക് നിഫ്റ്റിയിൽ എക്സ്പെക്ട് ചെയ്യാൻ കഴിയുന്നതാണ്. ആൻഡ് വി ക്യാൻ എക്സ്പെക്ട് ടുഡേ ഒരു ബെയറിഷ് ടു സൈഡ് വേസ് മൂവ്മെന്റ് ആണ് നമുക്ക് ഇന്ന് ബാങ്ക് നിഫ്റ്റിയിൽ എക്സ്പെക്ട് ചെയ്യാൻ കഴിയുന്നത്. അതോടൊപ്പം തന്നെ ഫിനാൻഷ്യൽ സർവീസസ് സൂചികയുടെ പ്രകടനം കൂടി വിലയിരുത്തുമ്പോൾ ഇന്നലെ കഴിഞ്ഞ ഏറ്റവും അധികം നിഫ്റ്റിക്ക് പിന്തുണ നൽകിയിരിക്കും തീർച്ചയായിട്ടും പ്രൈവറ്റ്, ഒപ്പം തന്നെ പബ്ലിക് സെക്ടർ ബാങ്കിങ് ഓഹരികളും ഫിനാൻഷ്യൽ സർവീസസ് സൂചികയിലും ഒക്കെ ഒരു മുന്നേറ്റം കണ്ടിരുന്നു. ഫിനാൻഷ്യൽ സർവീസസ് സൂചികയെ സംബന്ധിച്ച് 359 പോയിന്റിന്റെ നേട്ടത്തിൽ 22,943 എന്ന റേഞ്ചിലായിരുന്നു ഫിനാൻഷ്യൽ സർവീസസ് സൂചിക ക്ലോസ് ചെയ്തിരുന്നത്. അവസാന നിമിഷത്തിൽ 23,154 എന്നൊരു ഇൻട്രാഡേ ഹൈ ടച്ച് ചെയ്തതിന് ശേഷം ആണ് തുടർന്ന് 22,943 എന്ന റേഞ്ചിൽ ക്ലോസ് ചെയ്യുന്നത്. 22,657 എന്നുള്ള റേഞ്ചിലായിരുന്നു ഓപ്പണിംഗ് നടത്തിയിട്ടുണ്ടായിരുന്നത്. തുടർന്ന് അവസാന നിമിഷത്തിൽ തന്നെയായിരുന്നു ഈ ഒരു
മൂവ്മെന്റ് നമുക്ക് കാണാൻ സാധിച്ചിട്ടുള്ളത്. ഫിനാൻഷ്യൽ സർവീസസ് സൂചികയിൽ ഇനി പ്രധാനമായിട്ടും വാച്ച് ചെയ്യേണ്ട ലെവലുകൾ ഏതൊക്കെയാണ്? ഈ നിഫ്റ്റി ഫിൻ സർവീസ് നമ്മൾ പ്രധാനമായിട്ടും വാച്ച് ചെയ്യേണ്ട ഒരു ഏറ്റവും മേജർ ആയിട്ടുള്ള റെസിസ്റ്റൻസ് പോയിന്റ് ആണ് 23,560. ആൻഡ് നെക്സ്റ്റ് വരുന്ന ഒരു ഇമ്പോർട്ടന്റ് ലെവലാണ് 22,989. വി ക്യാൻ എക്സ്പെക്ട് 23,000 എന്ന് തന്നെ വേണമെങ്കിൽ നമുക്ക് ആ ലെവൽസിനെ വിശേഷിപ്പിക്കാം. ആൻഡ് നെക്സ്റ്റ് ഒരു ഇമ്പോർട്ടന്റ് ലെവലായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നത് 22,631 എന്ന് പറയുന്ന ഒരു വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സപ്പോർട്ടാണ് നിഫ്റ്റി ഫിൻ സർവീസിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. ആൻഡ് ഒരു നെക്സ്റ്റ് സപ്പോർട്ട് ലെവലായിട്ട് വരുന്ന 22,331 എന്ന് പറയുന്ന ഈ ഒരു പോയിന്റ്. യെസ്, നമ്മൾ നിഫ്റ്റി ബാങ്കിന്റെയും ഒപ്പം തന്നെ പ്രൈവറ്റ് ബാങ്കിങ് ഒപ്പം തന്നെ പബ്ലിക് സെക്ടർ ബാങ്കിന്റെ ഒക്കെ തന്നെ പെർഫോമൻസ് കഴിഞ്ഞ ദിവസം വിലയിരുത്തുന്ന സമയത്ത് മെൻഷൻ ചെയ്ത പോലെ തന്നെ ഏറ്റവും അധികം ലീഡ് ചെയ്ത് നിന്നതും മുന്നേറ്റം രേഖപ്പെടുത്തിയതൊക്കെ തന്നെ ഈ ബാങ്കിങ് സ്റ്റോക്കുകൾ തന്നെയാണ്. അതിൽ ഒന്ന് രണ്ട് ബാങ്കിങ് സ്റ്റോക്കുകളെ കുറിച്ച് കൂടി നമുക്ക് ഇപ്പോൾ ഒന്ന് ഡിസ്കസ് ചെയ്യാം. അതിൽ ആദ്യമായിട്ട് ഞാൻ HDFC ബാങ്കിനെ കുറിച്ച് തന്നെയാണ് സൂചിപ്പിക്കുന്നത്. നേരത്തെ ആനന്ദം സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു. HDFC ബാങ്കിനെ സംബന്ധിച്ച 3% നേട്ടത്തിൽ 1657 എന്ന റേഞ്ചിലായിരുന്നു അവസാന നിമിഷത്തിൽ HDFC ബാങ്കിനെ സംബന്ധിച്ച് ക്ലോസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. HDFC ബാങ്കിന്റെ ഇനി മുന്നോട്ടേക്കുള്ളൊരു ട്രെൻഡ് എങ്ങനെയാണ്? HDFC ബാങ്കിൽ ഇനി നമ്മൾ പ്രധാനമായിട്ടും വാച്ച് ചെയ്യാൻ പറ്റിയ ലെവലുകൾ ഏതൊക്കെയാണ്? HDFC ബാങ്കിലേക്ക് നമ്മൾ പോവുകയാണെങ്കിൽ ഇന്നലെ ഓൾമോസ്റ്റ് 3.11% മൂവ്മെന്റ് ആണ് HDFC ബാങ്ക് തന്നത്, വിത്ത് ആൻ ഓവറോൾ പെർസെന്റേജ് മൂവ്മെന്റ് ഓഫ് അറൌണ്ട് 4.13% ഒരു ഓവറോൾ മൂവ്മെന്റ് നമുക്ക് HDFC ബാങ്ക് തന്നിരുന്നു. HDFC ബാങ്ക് കഴിഞ്ഞ 3 ദിവസമായിട്ട് അറൌണ്ട് നമുക്ക് ഒരു 5.85% മൂവ്മെന്റ് HDFC ബാങ്ക് നമുക്ക് തന്നിട്ടുണ്ട്. സോ അത്രത്തോളം സ്ട്രെച്ച് ആയി നിൽക്കുന്ന ഒരു സ്റ്റോക്ക് ആയതുകൊണ്ട് തന്നെ നമുക്ക് അത്യാവശ്യം ഒരു ചെറിയ രീതിക്കുള്ള പ്രോഫിറ്റ് ബുക്കിംഗ് നമുക്ക് HDFC ബാങ്കിൽ എക്സ്പെക്ട് ചെയ്യാവുന്നതാണ് ഇന്നത്തെ ഈ ഒരു ദിവസം. സോ നമുക്കൊരു ബെയറിഷ് ടു സൈഡ് വേസ് മാർക്കറ്റ് നമുക്ക് HDFC ബാങ്കിൽ എക്സ്പെക്ട് ചെയ്യാവുന്നതാണ്. ആൻഡ് നമ്മൾ HDFC ബാങ്കിൽ മേജർ ആയിട്ട് നോക്കേണ്ട ലെവൽസ് എന്ന് പറയുന്നത് 1,670 വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പ്രൈസ് പോയിന്റ് ആണ്. ആൻഡ് നെക്സ്റ്റ് ഒരു സപ്പോർട്ടായിട്ട് നമുക്ക് ആക്ട് ചെയ്യാൻ കഴിയുന്ന 1,636 എന്ന് പറയുന്ന ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സപ്പോർട്ട് സോൺ ആണ്. ആൻഡ് നെക്സ്റ്റ് ആയിട്ട് വരുന്നത് അറൌണ്ട് 1,600. നമുക്കൊരു റൗണ്ട് ഫിഗർ ആൻഡ് ഒരു സൈക്കോളജിക്കൽ ലെവലായിട്ട് നമുക്ക് HDFC ബാങ്കിന്റെ 1,600 എന്ന് പറയുന്ന ലെവൽ നമുക്ക് കാണാൻ കഴിയുന്നതാണ്. അതോടൊപ്പം IDFC ഫസ്റ്റ് ബാങ്കിന്റെ പ്രകടനം കൂടി നമുക്കൊന്ന് പരിശോധിക്കാം. IDFC ഫസ്റ്റ് ബാങ്കിനെ സംബന്ധിച്ച് ഓൾമോസ്റ്റ് ഒരു 1% നേട്ടത്തിൽ 82 രൂപ 22 പൈസ എന്ന റേഞ്ചിലാണ് IDFC ഫസ്റ്റ് ബാങ്ക് ക്ലോസ് ചെയ്തിരിക്കുന്നത്. IDFC ഫസ്റ്റ് ബാങ്കിനെ സംബന്ധിച്ച് കഴിഞ്ഞൊരു 1 വീക്കായിട്ട് ഒരു മുന്നേറ്റം രേഖപ്പെടുത്താൻ വേണ്ടിയിട്ട് IDFC ഫസ്റ്റ് ബാങ്കിന് സാധിക്കുന്നുണ്ട്. IDFC ഫസ്റ്റ് ബാങ്കിൽ ഇനി നമ്മൾ പ്രധാനമായിട്ടും വാച്ച് ചെയ്യേണ്ട ലെവലുകൾ ഏതൊക്കെയാണ്? IDFC ബാങ്ക് തന്നെ ഓൾമോസ്റ്റ് IDFC ബാങ്ക് ആണെങ്കിൽ തന്നെ കഴിഞ്ഞ 2 ദിവസം കൊണ്ട് തന്നെ ഓൾമോസ്റ്റ് ഒരു 5.19% മൂവ്മെന്റ് IDFC ബാങ്ക് തന്നിട്ടുണ്ട്. ആൻഡ് IDFC ബാങ്ക് നമുക്ക് 122 എന്ന് പറയുന്ന ഈ ഒരു പ്രൈസ് പോയിന്റ് IDFC ബാങ്ക് കട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് വളരെ വലിയൊരു മൂവ്മെന്റ് IDFC ബാങ്കിൽ എക്സ്പെക്ട് ചെയ്യാവുന്നതാണ്. നമുക്കൊരു ഷോർട്ട് ടേം സ്വിംഗ് എന്ന രീതിക്ക് IDFC ബാങ്ക് നമുക്ക് എടുക്കാവുന്നതുമാണ്. ആൻഡ് അറൌണ്ട് ഒരു 4.67% മൂവ്മെന്റ് നമുക്ക് IDFC ബാങ്കിൽ എക്സ്പെക്ട് ചെയ്യാം. ആസ് ഒരു ഇൻട്രാഡേ എന്ന രീതിയിലേക്ക് നമ്മൾ പോകുമ്പോൾ നമ്മൾ IDFC ബാങ്കിൽ മേജർ ആയിട്ട് നോക്കേണ്ടത് 122.54 എന്ന് പറയുന്ന ആ ഒരു പ്രൈസ് പോയിന്റ്. ആൻഡ് ഒരു സപ്പോർട്ടായിട്ട് വളരെ സിമ്പിൾ ആയിട്ടുള്ള പ്രൈസ് പോയിന്റ്സ് ആണ് നമുക്ക് ഇന്ന് IDFC ബാങ്കിലുള്ളത്. ആൻഡ് 122 ഒരു വളരെ നല്ലൊരു റെസിസ്റ്റൻസ് ലെവലാണ്. ആൻഡ് 119 നമുക്ക് നല്ലൊരു സപ്പോർട്ട് ലെവലായിട്ട് നമുക്ക് IDFC ബാങ്കിൽ കൺസിഡർ ചെയ്യാവുന്നതാണ്. അതോടൊപ്പം പഞ്ചാബ് നാഷണൽ ബാങ്കിന്റെ കാര്യം കൂടി നമുക്കൊന്ന് പരിഗണിക്കാം. പഞ്ചാബ് നാഷണൽ ബാങ്കിനെ സംബന്ധിച്ച് ഫ്ലാറ്റ് നോട്ടിലായിരുന്നു കഴിഞ്ഞ സെഷനിൽ വ്യാപാരം അവസാനിപ്പിച്ച് 128 രൂപ 68 പൈസ എന്ന റേഞ്ചിലാണ് പഞ്ചാബ് നാഷണൽ ബാങ്ക് ക്ലോസ് ചെയ്തത്. ബാങ്കിനെ സംബന്ധിച്ച് ഇന്നിപ്പോൾ പ്രധാനമായിട്ടും മേജറായിട്ട് ബാങ്കിന്റെ ഒരു അപ്ഡേഷൻ എന്ന് പറയുന്നത് ബാങ്കിലൊരു ബ്ലോക്ക് ഡീൽ, ബാങ്കിന്റെ ഓഹരിയിൽ ഒരു ബ്ലോക്ക് ഡീൽ നടക്കാനുള്ള സാധ്യതയുണ്ട്. പ്രധാനമായിട്ടും ഏഷ്യ ഓപ്പർച്യൂണിറ്റീസ് ഫണ്ടും അതോടൊപ്പം ജനറൽ അറ്റ്ലാന്റിക്കുമാണ് ഇപ്പോൾ പഞ്ചാബ് നാഷണലിന്റെ സ്റ്റേക്ക് സെയിൽ ചെയ്യാൻ വേണ്ടിയിട്ട് തീരുമാനിച്ചിരിക്കുന്നത്. ഓൾമോസ്റ്റ് ഒരു 4% സ്റ്റേക്ക് വിറ്റഴിക്കുമെന്നാണ് ഇപ്പോൾ അറിയാൻ സാധിക്കുന്നത്. മാത്രമല്ല കഴിഞ്ഞ ഈ ഒരു വെനസ്ഡേയുടെ ക്ലോസിംഗ് പ്രൈസിനേക്കാളും ഓൾമോസ്റ്റ് ഒരു 8% ഡിസ്കൗണ്ടിലായിരിക്കും ഇപ്പോൾ ഈ ഒരു സ്റ്റേക്ക് സെയിൽ നടക്കുക എന്നും കൂടി അറിയിച്ചിട്ടുണ്ട്. പഞ്ചാബ് നാഷണൽ ബാങ്കിനെ സംബന്ധിച്ച് അതിനാൽ തന്നെ ഇനി മുന്നോട്ടേക്ക് വാച്ച് ചെയ്യാൻ പറ്റിയ ലെവലുകൾ ഏതൊക്കെയാണ്? നമുക്ക് പഞ്ചാബ് നാഷണൽ ബാങ്കിന്റെ ആ ഒരു ചാർട്ടിലേക്ക് നമ്മൾ പോവുകയാണെങ്കിൽ ഓൾമോസ്റ്റ് നമ്മുടെ അറൌണ്ട് ജൂൺ 4-ാം തീയതി വളരെ നല്ല സെൽ ഓഫ് വന്നു. ആ സെൽ ഓഫ് ജസ്റ്റ് റിക്കവർ ആയി വരുന്നതേ ഉള്ളൂ. നമുക്ക് ആ വീക്ക്നെസ് പഞ്ചാബ് നാഷണൽ ബാങ്കിൽ നല്ലതുപോലെ കാണാൻ കഴിയുന്നുണ്ട്. പഞ്ചാബ് നാഷണൽ ബാങ്കിൽ മാത്രമല്ല ഓവറോൾ മാർക്കറ്റിലും. സോ നമുക്ക്
പഞ്ചാബ് നാഷണൽ നല്ലൊരു ഷോർട്ടിംഗ് ഓപ്പർച്യൂണിറ്റിയാണ് നമുക്ക് പഞ്ചാബ് നാഷണൽ ബാങ്കിനുള്ളത്. നമുക്ക് അറൌണ്ട് ഒരു 126 താഴേക്ക് മാർക്കറ്റ് വരികയാണെങ്കിൽ നമുക്ക് നല്ല രീതിക്കുള്ള ഷോർട്ടിംഗ് ഓപ്പർച്യൂണിറ്റീസ് നമുക്ക് പഞ്ചാബ് നാഷണൽ ബാങ്കിൽ നമുക്ക് കിട്ടും. സോ ഇമ്പോർട്ടന്റ് ആയിട്ട് വാച്ച് ചെയ്യേണ്ട ലെവൽസ് 126 ആൻഡ് നെക്സ്റ്റ് ആയിട്ട് 123 നമുക്ക് ഇമ്പോർട്ടന്റ് ആയിട്ട് വാച്ച് ചെയ്യേണ്ട ലെവൽസ് ആണ് പഞ്ചാബ് നാഷണൽ ബാങ്കിൽ. ആൻഡ് ഒരു റെസിസ്റ്റൻസ് ആയിട്ട് പറയുകയാണെങ്കിൽ നമുക്ക് 130 ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു റെസിസ്റ്റൻസ് ഏരിയ ആണ്. ആൻഡ് നമുക്ക് നെക്സ്റ്റ് ഒരു റെസിസ്റ്റൻസ് ഏരിയ ആയിട്ട് വരുന്നത് 136 ആണ്. യെസ്, അതോടൊപ്പം തന്നെ മറ്റൊരു 0.5% നേട്ടത്തിൽ ക്ലോസ് ചെയ്ത ബാങ്കിങ് സ്റ്റോക്ക് എന്ന് പറയുന്നത് ബന്ധൻ ബാങ്ക് തന്നെയാണ്. ബന്ധൻ ബാങ്കിനെ സംബന്ധിച്ച് 200 രൂപ അല്ലെങ്കിൽ 199 രൂപ എന്ന റേഞ്ചിലാണ് ബന്ധൻ ബാങ്ക് ക്ലോസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ശക്തമായിട്ടുള്ള മറ്റ് ബാങ്കിങ് ഓഹരികളൊക്കെ വളരെ ശക്തമായിട്ടുള്ള മൂവ്മെന്റ് നടത്തിയപ്പോൾ ബന്ധൻ ബാങ്കിനെ സംബന്ധിച്ച് 0.5% നേട്ടമാണ് കഴിഞ്ഞ സെഷനിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. എങ്കിൽ പോലും ബന്ധൻ ബാങ്കിനെ സംബന്ധിച്ച് ഇയർ ടിൽ ഡേറ്റ് പെർഫോമൻസ് വിലയിരുത്തുന്ന സമയത്ത് 18% ഒരു നെഗറ്റീവ് റിട്ടേൺ നൽകിയ സ്ഥാനത്ത് നിന്ന് കഴിഞ്ഞൊരു 1 മന്ത് ആയിട്ട് 8% മുന്നേറ്റം രേഖപ്പെടുത്താൻ സാധിച്ചിട്ടുണ്ട്. ബന്ധൻ ബാങ്കിൽ ഇനി നമ്മൾ വാച്ച് ചെയ്യേണ്ട ലെവലുകൾ ഏതൊക്കെയാണ്? ബന്ധൻ ബാങ്കിൽ നമ്മൾ നോക്കേണ്ടത്, ബന്ധൻ ബാങ്ക് ഒരു പാസ്റ്റ് 1 വീക്ക് ആയിട്ട് അറൌണ്ട് ഒരു 200 എന്ന് പറയുന്ന ലെവല് മാർക്കറ്റ് ബ്രേക്ക് ചെയ്യാൻ നല്ലതുപോലെ ശ്രമിക്കുന്നുണ്ട്. 200 എന്ന് പറയുന്ന ലെവൽ. സോ നമുക്ക് മാർക്കറ്റ് എബൌവ് 200 പോവുകയാണെങ്കിൽ വി ക്യാൻ എക്സ്പെക്ട് എ വെരി ഗുഡ് മൂവ്മെന്റ് ഇൻ ബന്ധൻ ബാങ്ക്. നമുക്ക് അറൌണ്ട് 209 വരെ നമുക്ക് ബാങ്കിങ് ആ ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള റെസിസ്റ്റൻസ് പോയിന്റ് ആണ് 208. ആൻഡ് ഒരു ഇമ്പോർട്ടൻറ്റ് റെസിസ്റ്റൻസ് ആയിട്ട് നെക്സ്റ്റ് കാണാൻ കഴിയുന്നത് അറൌണ്ട് 201 ആണ്. ആൻഡ് ഒരു നല്ല സപ്പോർട്ട് ലെവലായിട്ട് നമുക്ക് എക്സ്പെക്ട് ചെയ്യാവുന്നത് 196 ആൻഡ് നെക്സ്റ്റ് സപ്പോർട്ട് ലെവലായിട്ട് 193 നമുക്ക് ബന്ധൻ ബാങ്കിൽ നോക്കാൻ പറ്റുന്ന ലെവൽസ് ആണ്. ആൻഡ് 193 മാർക്കറ്റ് ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ വി ക്യാൻ എക്സ്പെക്ട് എ വെരി ഗുഡ് ഫോൾ ഇൻ ബന്ധൻ ബാങ്ക്. നമുക്കൊരു 190 ആണ് ബന്ധൻ ബാങ്കിന് നെക്സ്റ്റ് സപ്പോർട്ടായിട്ട് വരുന്നത്. ഏതായാലും പ്രേക്ഷകരുടെ ക്വരീസ് ഒക്കെ തന്നെ നമുക്ക് ഇന്നിപ്പോൾ അഡ്രസ്സ് ചെയ്യേണ്ട സമയമായിട്ടുണ്ട്. പ്രദീപ് സാർ ഇപ്പോൾ ട്രാവലിലായതുകൊണ്ടാണ് ഇന്നിപ്പോൾ നമ്മളുടെ സെഷനിൽ ജോയിൻ ചെയ്യാൻ സാധിക്കാഞ്ഞത്. ധാരാളം ക്വരീസ് ചോദിച്ചിട്ടുണ്ട്. കുറേയധികം പ്രേക്ഷകർ ബാങ്കിങ് സ്റ്റോക്കുകളെ കുറിച്ച് ചോദിച്ചിട്ടുണ്ട്, ഡിഫൻസ് ഓഹരികളെ കുറിച്ച് ചോദിച്ചിട്ടുണ്ട്. അതിൽ ഒരു പ്രേക്ഷകൻ ആദ്യമായിട്ട് ചോദിച്ചിരിക്കുന്നത് ഹഡ്കോയുമായി ബന്ധപ്പെട്ട വ്യൂ ആണ്. ഹഡ്കോയെ സംബന്ധിച്ച് കഴിഞ്ഞൊരു സെഷനിൽ നോക്കുമ്പോൾ 0.78% ഒരു നേട്ടത്തിൽ 282 രൂപ എന്നുള്ള റേഞ്ചിലാണ് ഹഡ്കോ ട്രേഡിംഗ് അവസാനിപ്പിച്ചിട്ടുണ്ടായിരുന്നത്. കമ്പനിയെ സംബന്ധിച്ച് കഴിഞ്ഞ ഒരു 5 സെഷനിലായിട്ടും അതിന്റെ പെർഫോമൻസ് വിലയിരുത്തുന്ന സമയത്തും കാര്യമായ ഒരു മുന്നേറ്റം രേഖപ്പെടുത്തിയിട്ടില്ലെന്ന് കാണാം. ഹഡ്കോയുമായി ബന്ധപ്പെട്ടിട്ടുള്ള നമ്മൾ ഇനി പ്രധാനമായിട്ടും വാച്ച് ചെയ്യേണ്ട ലെവലുകൾ ഏതൊക്കെയാണ്? ഹഡ്കോ ഓൾമോസ്റ്റ് 276 എന്ന് പറയുന്ന ലെവല് ഹഡ്കോ കഴിഞ്ഞ ദിവസം ബ്രേക്ക് ചെയ്തിരുന്നു. ബട്ട് ആ ബ്രേക്ക് ഔട്ട് അങ്ങനെ സസ്റ്റെയിൻ ചെയ്തിട്ടില്ല. അത് വീണ്ടും നല്ല ബൈയിങ് പ്രഷർ വന്നിട്ട് വീണ്ടും മുകളിലേക്ക് തന്നെ അത് ക്ലോസ് ചെയ്തിട്ടുണ്ട്. സോ ഹഡ്കോയിൽ നമ്മളൊരു ഇമ്പോർട്ടന്റ് റെസിസ്റ്റൻസ് ആയിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാൻ പറ്റുന്ന 289 ഒരു വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള റെസിസ്റ്റൻസ് ആണ്. ആൻഡ് 275 നമുക്ക് സ്റ്റിൽ ഒരു ഹോൾഡിംഗ് ആയിട്ടുള്ള സപ്പോർട്ട് ലെവലാണ്. ആൻഡ് നമുക്ക് നെക്സ്റ്റ് ഒരു റെസിസ്റ്റൻസ് ആയിട്ട് കണക്കാക്കാൻ കഴിയുന്നത് 300 എന്ന് പറയുന്ന ആ ഒരു ലെവലാണ്. ആൻഡ് നമുക്കൊരു ഏറ്റവും ലോവസ്റ്റ് സപ്പോർട്ട് നമുക്ക് ഇൻട്രാഡേയിൽ തന്നെ ഒരു ഏറ്റവും ലോവസ്റ്റ് സപ്പോർട്ടായിട്ട് കണക്കാക്കാൻ കഴിയുന്നത് 269 എന്ന് പറയുന്ന ലെവലാണ്. യെസ്, മറ്റൊരു പ്രേക്ഷകൻ ചോദിച്ചിരിക്കുന്നത് HPCLുമായി ബന്ധപ്പെട്ട വ്യൂ ആണ്. HPCLെ സംബന്ധിച്ച് കഴിഞ്ഞൊരു സെഷനിൽ പെർഫോമൻസ് വിലയിരുത്തുമ്പോൾ 2.5% നഷ്ടത്തിൽ 516 രൂപ 95 എന്ന റേഞ്ചിലാണ് ക്ലോസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. പെർഫോമൻസ് വിലയിരുത്തുന്ന സമയത്തും കഴിഞ്ഞ 1 മന്ത് ആയിട്ട് ഒരു നെഗറ്റീവ് റിട്ടേൺ ആണ് നൽകുന്നതെന്ന് കാണാം. HPCLിൽ ഇനി വാച്ച് ചെയ്യേണ്ട ലെവലുകൾ ഏതൊക്കെയാണ്? സോ അത് നമുക്ക് നോക്കാൻ പറ്റുന്ന ഇമ്പോർട്ടന്റ് ലെവൽസ് 517 എന്ന് പറയുന്ന ഒരു ലെവലാണ്. അതുപോലെ 516 ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ലെവലാണ്. നമുക്കൊരു നല്ല സപ്പോർട്ട് കാണാൻ കഴിയുന്നത് 514 നമുക്ക് വളരെ നല്ലൊരു സപ്പോർട്ട് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് ഹിന്ദുസ്ഥാൻ പെട്രോളിൽ. ആൻഡ് ഒരു റെസിസ്റ്റൻസ് ലെവലായിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ നമുക്ക് 517 ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള റെസിസ്റ്റൻസ് ലെവലാണ്. ഒരു ഇന്റർമീഡിയറ്റ് ലെവൽ ആയിട്ട് നമുക്ക് കാണാൻ കഴിയുന്നത് 515 ആണ്. ആൻഡ് 517 മുകളിലേക്ക് മാർക്കറ്റ് വരികയാണെങ്കിൽ വി ക്യാൻ എക്സ്പെക്ട് നെക്സ്റ്റ് റെസിസ്റ്റൻസ് ഓൺ 580. യെസ്, മറ്റൊരു പ്രേക്ഷകൻ പാരാസ് ഡിഫൻസ് ആൻഡ് സ്പേസ് ടെക്നോളജീസുമായി ബന്ധപ്പെട്ട വ്യൂ ചോദിച്ചിട്ടുണ്ട്. കഴിഞ്ഞ സെഷനിൽ 3% ഒരു നേട്ടത്തിൽ 1430 രൂപ 30 എന്ന റേഞ്ചിലാണ് ക്ലോസ് ചെയ്തത്. സോ നമുക്ക് അതിൽ ഇമ്പോർട്ടന്റ് ലെവൽസ് ആയിട്ട് കാണാൻ കഴിയുന്നത് 1524 ഒരു ഇമ്പോർട്ടന്റ് ലെവലാണ്. അതുപോലെ പാരാസ് ഡിഫൻസ് അതിന്റെ ഓൾ ടൈം ഹൈ ആയിട്ടുള്ള 1261 എന്ന് പറയുന്ന ലെവൽ കഴിഞ്ഞ ദിവസം ബ്രേക്ക് ചെയ്തിരുന്നു. നല്ലൊരു അപ്സൈഡ് മൂവ്മെന്റ് നമുക്ക് പാരാസ് ഡിഫൻസ് സെക്ടറിൽ എക്സ്പെക്ട് ചെയ്യാവുന്നതാണ്. ആൻഡ് പാരാസ് ഡിഫൻസ് അറൌണ്ട് ഒരു 4 ദിവസം കൊണ്ട് തന്നെ നമ്മൾ അറൌണ്ട്
ഒരു 60% വളരെ ഹെവി ആയിട്ടുള്ള മൂവ്മെന്റ് ആണ് മാർക്കറ്റ് കാഴ്ചവെച്ചേക്കുന്നത്. സോ മാർക്കറ്റ് ഓൾറെഡി അത്യാവശ്യം സ്ട്രെച്ച്ഡ് ആണ്. നമുക്ക് അതിൽ അത്യാവശ്യം ഒരു ചെറിയ രീതിക്കുള്ള പ്രോഫിറ്റ് ബുക്കിംഗ് എക്സ്പെക്ട് ചെയ്യാം. ഇന്നത്തെ ദിവസം തന്നെ വേണം നമുക്ക് എക്സ്പെക്ട് ചെയ്യാവുന്നതാണ്. സോ നമ്മൾ ഇമ്പോർട്ടന്റ് ആയിട്ട് നോക്കി വെക്കേണ്ട ലെവൽസ് 1524, അതുപോലെ നോക്കി വെക്കേണ്ടത് 1379 എന്ന് പറയുന്ന ഈ 2 ലെവലുകളാണ് പാരാസ് ഡിഫൻസ് നമുക്ക് ഇമ്പോർട്ടന്റ് ആയിട്ട് നോക്കി വെക്കേണ്ട ലെവലുകൾ. യെസ്, മല്ലിക എന്ന പ്രേക്ഷക ട്രിഡന്റുമായി ബന്ധപ്പെട്ട വ്യൂ ആണ് ചോദിച്ചിരിക്കുന്നത്. ട്രിഡന്റിനെ സംബന്ധിച്ച് ഞാൻ ആദ്യം സ്പെല്ല് ചെയ്യാം, TRIDENT. ട്രിഡന്റുമായി ബന്ധപ്പെട്ട വ്യൂ ചോദിച്ചിട്ടുണ്ട്. ട്രിഡന്റിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഒരു മൾട്ടി ബാഗർ റിട്ടേൺ നൽകിക്കൊണ്ടിരുന്നെങ്കിൽ പോലും കഴിഞ്ഞ ഒരു ഇയർടെൽ ഡേറ്റ് പെർഫോമൻസ് വിലയിരുത്തുന്ന സമയത്ത് 6% മുന്നേറ്റം മാത്രമാണ് ഈ ഒരു സ്റ്റോക്ക് നൽകിയിരിക്കുന്നതെന്ന് കാണാം. 1 മന്ത് പെർഫോമൻസ് വിലയിരുത്തുന്ന സമയത്തും ഓൾമോസ്റ്റ് ഒരു 1.5% നേട്ടം മാത്രമാണ് ഈ ഒരു സ്റ്റോക്ക് നൽകിയിരിക്കുന്നതെന്ന് കാണാം. കഴിഞ്ഞൊരു സെഷനിൽ നോക്കുമ്പോൾ ഒരു ഇടിവിൽ തന്നെയായിരുന്നു ഈ ഒരു സ്റ്റോക്ക് ക്ലോസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. വീക്കിലി പെർഫോമൻസ് വിലയിരുത്തുമ്പോൾ 4% നഷ്ടമാണ് ഈ ഒരു സ്റ്റോക്ക് നൽകിയിരിക്കുന്നത്. അവസാനം കഴിഞ്ഞൊരു സെഷനിൽ 38 രൂപ 67 പൈസ എന്ന റേഞ്ചിലാണ് ട്രിഡന്റ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. സോ ട്രിഡന്റിൽ നമുക്ക് ഇനി പ്രധാനമായിട്ടും വാച്ച് ചെയ്യാൻ പറ്റിയിട്ടുള്ള ലെവലുകൾ ഏതൊക്കെയാണ്? ട്രിഡന്റ് ഓൾമോസ്റ്റ് നമ്മുടെ ജൂൺ 11 തീയതിയും അതുപോലെ തന്നെ ജൂൺ 12 മാർക്കറ്റ് നല്ല സ്ട്രെച്ച്ഡ് ആണ്. അതിന്റെ സെൽ ഓഫ് കഴിഞ്ഞ് വരുന്നിട്ടേ ഉള്ളൂ. സോ നമുക്ക് ട്രെൻഡിൽ ഒരു ബുള്ളിഷ് വ്യൂ ആണ് നമുക്ക് ട്രെൻഡിൽ എക്സ്പെക്ട് ചെയ്യാൻ കഴിയുന്നതും. ആൻഡ് ഇമ്പോർട്ടന്റ് ലെവൽസ് ആയിട്ട് നോക്കേണ്ട 38.24 എന്ന് പറയുന്ന ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സപ്പോർട്ട് സോൺ ആണ്. അതുപോലെ 39.20 എന്ന് പറയുന്നതും ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു റെസിസ്റ്റൻസ് സോൺ ആണ്. നമുക്കിത് ഇൻട്രാഡേയിലേക്ക് ഐ ഡോണ്ട് റെക്കമെൻഡ് ലെവൽസ് ഇൻ ദിസ്, ബിക്കോസ് അത്യാവശ്യം ലിക്വിഡിറ്റി കുറവായിട്ടുള്ള ഒരു സ്റ്റോക്ക് ആയതുകൊണ്ട് തന്നെ നമുക്ക് ഇൻട്രാഡേക്ക് ഞാൻ അധികം സജസ്റ്റ് ചെയ്യുന്നില്ല ഇത്. യെസ്, മറ്റൊരു സ്റ്റോക്ക് ഒരു പ്രേക്ഷകൻ ചോദിച്ചിരിക്കുന്നത് തൻല പ്ലാറ്റ്ഫോമുമായി ബന്ധപ്പെട്ട വ്യൂ ആണ്. തൻല പ്ലാറ്റ്ഫോമിനെ സംബന്ധിച്ചും ഒരു സമാന സ്ഥിതി തന്നെയാണ്. ഈ സ്റ്റോക്കിന്റെ പെർഫോമൻസ് വിലയിരുത്തുമ്പോൾ എയർടെൽ ഡേറ്റിൽ കാര്യമായിട്ടുള്ള ഒരു മുന്നേറ്റം രേഖപ്പെടുത്താൻ സാധിക്കാത്തൊരു സ്റ്റോക്ക് കൂടിയാണ് തൻല പ്ലാറ്റ്ഫോംസ് എന്ന് പറയുന്നത്. കഴിഞ്ഞൊരു 1 വീക്കിലും 1% പോലും ഒരു റിട്ടേണോ അല്ലെങ്കിൽ നേട്ടമോ നൽകാൻ സാധിക്കാതെ കഴിഞ്ഞൊരു സെഷനിലും ഇടിവിലായിരുന്നു തൻല പ്ലാറ്റ്ഫോം വ്യാപാരം അവസാനിപ്പിച്ചിട്ടുണ്ടായിരുന്നത്. അവസാന നിമിഷത്തിൽ 946 രൂപ എന്നൊരു റേഞ്ചിലായിരുന്നു തൻല പ്ലാറ്റ്ഫോംസ് ക്ലോസ് ചെയ്തത്. തൻല പ്ലാറ്റ്ഫോമിൽ നമുക്ക് ഇനി ശ്രദ്ധിച്ചിരിക്കാൻ പറ്റിയ ലെവലുകൾ ഏതൊക്കെയാണ്? തൻല പ്ലാറ്റ്ഫോമിൽ നമ്മൾ ഇമ്പോർട്ടന്റ് ആയിട്ട് കൺസിഡർ ചെയ്യേണ്ട ലെവൽസ് നമുക്ക് 939 ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ലെവലാണ് തൻല പ്ലാറ്റ്ഫോമിൽ. ആൻഡ് നമുക്ക് 981 എന്ന് പറയുന്നത് ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു റെസിസ്റ്റൻസ് സോൺ ആണ്. ആൻഡ് 951 ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു റെസിസ്റ്റൻസ് സോൺ ആയിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാവുന്നതാണ്. സോ 939, 951 ആൻഡ് 981. യെസ്, മറ്റൊരു പ്രേക്ഷകൻ സൊമാറ്റോയുമായി ബന്ധപ്പെട്ട വ്യൂ ചോദിച്ചിട്ടുണ്ട്. സൊമാറ്റോയെ സംബന്ധിച്ച് കഴിഞ്ഞ സെഷനിലും ഒരു ശക്തമായിട്ടുള്ള മൂവ്മെന്റിൽ തന്നെയാണ് ക്ലോസ് ചെയ്തത്. 5% നേട്ടത്തിലാണ് വ്യാപാരം അവസാനിപ്പിച്ചത്. സൊമാറ്റോയെ സംബന്ധിച്ച് വീക്കിലി പെർഫോമൻസ് വിലയിരുത്തുമ്പോഴും 8% ഒരു മുന്നേറ്റം രേഖപ്പെടുത്തിയിട്ടുണ്ട്. 198 രൂപ റേഞ്ചിലാണ് ക്ലോസ് ചെയ്തത്. കഴിഞ്ഞ ദിവസം 201 രൂപ എന്നുള്ള ഇൻട്രാഡേ ഹൈയിലേക്ക് വരാൻ വേണ്ടിയിട്ട് സൊമാറ്റോയ്ക്ക് സാധിച്ചിരുന്നു. സൊമാറ്റോയിൽ ഇനി നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ട ലെവലുകൾ ഏതൊക്കെയാണ്? സൊമാറ്റോയിൽ നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ടത് പ്രീവിയസ് ഡേ ഹൈ തന്നെയാണ് 200 എന്ന് പറയുന്ന ആ ഒരു സൈക്കോളജിക്കൽ ലെവൽ. ആൻഡ് ആ ഒരു പ്രീവിയസ് ഡേ ഹൈ ആണ് നമ്മൾ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സൊമാറ്റോയിലുള്ള റെസിസ്റ്റൻസ് പോയിന്റ്. ആൻഡ് നമ്മളൊരു സപ്പോർട്ട് സോൺ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ നമ്മൾ കൺസിഡർ ചെയ്യേണ്ടത് 195 എന്ന് പറയുന്ന ആ ഒരു ലെവലാണ്. നെക്സ്റ്റ് അത് മാർക്കറ്റ് ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്കൊരു നെക്സ്റ്റ് ലെവലായിട്ട് കൺസിഡർ ചെയ്യാൻ പറ്റുന്നത് 189 എന്ന് പറയുന്ന ലെവലാണ്. 200 എന്ന് പറയുന്ന ആ റെസിസ്റ്റൻസ് കഴിഞ്ഞ് നമുക്ക് അറൌണ്ട് ഒരു 206 വരെ നമുക്ക് സൊമാറ്റോയിൽ ആ ഒരു ലെവൽസ് നമുക്ക് എക്സ്പെക്ട് ചെയ്യാവുന്നതാണ്. യെസ്, ഒരു പ്രേക്ഷകൻ ജിയോ ഫിനാൻസുമായി ബന്ധപ്പെട്ട വ്യൂ ചോദിച്ചിട്ടുണ്ട്. ജിയോ ഫിനാൻസിനെ സംബന്ധിച്ച് കഴിഞ്ഞ ദിവസങ്ങളിൽ ടെലികോം കമ്പനികളുടെയൊക്കെ തന്നെ ഒരു സബ്സ്ക്രിപ്ഷൻ ഡാറ്റയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അതിൽ ജിയോ ഫിനാൻസിനെ സംബന്ധിച്ച് ശക്തമായിട്ടുള്ള ഒരു സബ്സ്ക്രിപ്ഷൻ അഡിഷൻ രേഖപ്പെടുത്താൻ വേണ്ടിയിട്ട് ഏപ്രിൽ മാസത്തിൽ സാധിച്ചിട്ടുണ്ടായിരുന്നു. ജിയോ ഫിനിനെ സംബന്ധിച്ച് 1.5% നഷ്ടത്തിൽ 358 രൂപ റേഞ്ചിലായിരുന്നു കഴിഞ്ഞ ദിവസം ക്ലോസ് ചെയ്തത്. ജിയോയും ഒപ്പം തന്നെ റിലയൻസും ഒക്കെ തന്നെ ഇന്നലെ നഷ്ടത്തിലായിരുന്നു വ്യാപാരം അവസാനിപ്പിച്ചത്. ജിയോ ഫിനിൽ നമുക്കിനി വാച്ച് ചെയ്യേണ്ട ലെവലുകൾ ഏതൊക്കെയാണ്? ജിയോഫിൽ നമുക്ക് ഇമ്പോർട്ടന്റ് കൺസിഡർ ചെയ്യാൻ പറ്റുന്ന ലെവൽസ് അറൌണ്ട് 366 ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ലെവലാണ്. ആൻഡ് നമുക്കൊരു ചെറിയ പ്രൈസ് റേഞ്ച് കൺസിഡർ ചെയ്യാവുന്നതാണ്. അതായത് അറൌണ്ട് ഒരു 350, ബിറ്റ്വീൻ 355 ആൻഡ് 357. അത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പ്രൈസ് റേഞ്ച് ആണത്. ആൻഡ് നമുക്കൊരു സപ്പോർട്ട് സോൺ ആയിട്ട് കൺസിഡർ ചെയ്യാൻ പറ്റുന്നത് 352 ആണ്.
അതോടൊപ്പം മാരുതി സുസുക്കിയുമായി ബന്ധപ്പെട്ട ക്വറി വന്നിട്ടുണ്ട്. മാരുതി സുസുക്കിയെ സംബന്ധിച്ച് കഴിഞ്ഞൊരു സെഷനിൽ 2.5% നഷ്ടത്തിൽ 12,234 രൂപ റേഞ്ചിലാണ് മാരുതി ക്ലോസ് ചെയ്തത്. മാരുതിയെ സംബന്ധിച്ച് കഴിഞ്ഞൊരു 1 മന്തിൽ കാര്യമായിട്ടുള്ള ഒരു മുന്നേറ്റം രേഖപ്പെടുത്താൻ സ്റ്റോക്കിന് സാധിച്ചിട്ടില്ല എന്ന് കാണാം. 2% ഇടിവാണ് ഈ ഒരു സ്റ്റോക്കിൽ കാണാൻ സാധിക്കുന്നത്. മാരുതിയിൽ ഇനി പ്രധാനമായിട്ടും വാച്ച് ചെയ്യേണ്ട റെസിസ്റ്റൻസ് സപ്പോർട്ട് ലെവലുകൾ ഏതൊക്കെയാണ്? മാരുതിയിൽ നമുക്ക് ഇമ്പോർട്ടന്റ് ആയിട്ട് വാച്ച് ചെയ്യേണ്ട ലെവൽസ്, ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സപ്പോർട്ട്സ്, വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു സപ്പോർട്ട് സോൺ ആണ് 12,237 എന്ന് പറയുന്ന ആ ഒരു സപ്പോർട്ട് സോൺ. വളരെ ഇമ്പോർട്ടന്റ് ആണ്, വളരെ സ്ട്രോങ് ആണ് ആ ഒരു സപ്പോർട്ട് സോൺ. അതുപോലെ നമ്മൾ അപ്സൈഡിലേക്ക് നമ്മൾ നോക്കുകയാണെങ്കിൽ 12,400 നമുക്ക് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു റെസിസ്റ്റൻസ് ഏരിയ ആണ്. ആൻഡ് അത് കഴിഞ്ഞിട്ടുള്ള ഒരു റെസിസ്റ്റൻസ് ഏരിയ ആണ് 12,541 എന്ന് പറയുന്ന ആ ഒരു റെസിസ്റ്റൻസ് ഏരിയ. യെസ്, ഒരു പ്രേക്ഷകൻ ചോദിച്ചിരിക്കുന്നത് റെയിൽ വികാസ് നിഗം ലിമിറ്റഡുമായി ബന്ധപ്പെട്ട വ്യൂ ആണ്. RVNL. RVNLനെ സംബന്ധിച്ച് കഴിഞ്ഞ സെഷനിൽ 1.5% നഷ്ടമാണ് രേഖപ്പെടുത്തിയിരുന്നത്. ഒരു പെർഫോമൻസ് വിലയിരുത്തുമ്പോഴും റെയിൽവേ സ്റ്റോക്കുകൾ പൊതുവെ ഔട്ട് പെർഫോമൻസ് നടത്തിയിട്ടെങ്കിൽ പോലും RVNLനെ സംബന്ധിച്ച് കഴിഞ്ഞൊരു 1 വീക്കിൽ ശക്തമായിട്ടുള്ള ഒരു മുന്നേറ്റം രേഖപ്പെടുത്താൻ സാധിച്ചിരുന്നില്ല. 390 രൂപ 90 പൈസ എന്നുള്ള റേഞ്ചിലാണ് RVNL കഴിഞ്ഞ ദിവസം ക്ലോസ് ചെയ്തിരുന്നത്. കഴിഞ്ഞ സെഷനുകളിലൊക്കെ തന്നെ RVNL കരാറും ലഭിക്കുന്നതും അല്ല ഓർഡറുകൾ ലഭിക്കുന്നതുമായി ബന്ധപ്പെട്ട അപ്ഡേഷൻസ് ഒക്കെ തന്നെ വന്നിട്ടുണ്ടായിരുന്നു. RVNLനെ സംബന്ധിച്ച് നമുക്കൊരു പ്രധാനമായിട്ടും വാച്ച് ചെയ്യേണ്ട ലെവലുകൾ ഏതൊക്കെയാണ്? RVNL നമ്മൾ പ്രധാനമായിട്ടും നോക്കേണ്ട ലെവൽസ് 422 ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു റെസിസ്റ്റൻസ് ഏരിയ ആണ്. ആൻഡ് ബിറ്റ്വീൻ 399 ആൻഡ് 404 ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു സോൺ ആയിട്ട് നമുക്ക് അതിനെ കൺസിഡർ ചെയ്യാവുന്നതാണ്. ആൻഡ് നെക്സ്റ്റ് ഒരു ഇമ്പോർട്ടന്റ് സപ്പോർട്ട് ആയിട്ട് നമുക്ക് കാണാൻ കഴിയുന്നത് ബിറ്റ്വീൻ 385 ആൻഡ് 386 നമുക്കൊരു വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു സപ്പോർട്ട് സോൺ ആണത്. ആൻഡ് നമുക്ക് ഏറ്റവും താഴെയുള്ള ഒരു സപ്പോർട്ട് സോൺ ആയിട്ട് കൺസിഡർ ചെയ്യാൻ പറ്റും 367 ആണ്. ഒരു പ്രേക്ഷകൻ ഷിപ്പിംഗ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ ലിമിറ്റഡുമായി ബന്ധപ്പെട്ട വ്യൂ ചോദിച്ചിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം നോക്കുകയാണെങ്കിൽ ഈ ഒരു സ്റ്റോക്കിലൊക്കെ തന്നെ ശക്തമായിട്ടുള്ളൊരു ഇടിവ് നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു. ഡിഫൻസ് സ്റ്റോക്കുകളിലൊക്കെ തന്നെ ശക്തമായിട്ടുള്ളൊരു പ്രോഫിറ്റ് ബുക്കിംഗ് ഒക്കെ തന്നെ രേഖപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. അത്തരത്തിൽ ഷിപ്പിംഗ് കോർപ്പറേഷനെ സംബന്ധിച്ച് കഴിഞ്ഞ സെഷനിൽ 4% ഒരു ഇടിവ് രേഖപ്പെടുത്തി 274 രൂപ 98 പൈസ എന്ന റേഞ്ചിലാണ് ക്ലോസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. വളരെ ഔട്ട് പെർഫോമൻസ് ചെയ്തിരുന്ന സ്റ്റോക്കുകൾ തന്നെയാണ് ഡിഫൻസ് സ്റ്റോക്കുകൾ എന്ന് പറയുന്നത്. ഷിപ്പിംഗ് കോർപ്പറേഷനെ സംബന്ധിച്ച് നമുക്ക് പ്രധാനമായിട്ടും വാച്ച് ചെയ്യാൻ പറ്റിയ ലെവലുകൾ ഏതൊക്കെയാണ്? ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു റെസിസ്റ്റൻസ് ഏരിയ ആണ് 290 എന്ന് പറയുന്ന ആ ഒരു ലെവൽ. ആൻഡ് അത് കഴിയുകയാണെങ്കിൽ വി ക്യാൻ എക്സ്പെക്ട് നമുക്കൊരു 300 എന്ന് പറയുന്ന ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള റെസിസ്റ്റൻസ് സോൺ നമുക്ക് ഷിപ്പിംഗ് കോർപ്പിൽ എക്സ്പെക്ട് ചെയ്യാവുന്നതാണ്. ആൻഡ് നമ്മൾ സപ്പോർട്ട് സോണിലേക്ക് വരുമ്പോൾ സപ്പോർട്ട് സോണിൽ നമുക്ക് എക്സ്പെക്ട് ചെയ്യാവുന്ന ലെവൽസ് അറൌണ്ട് 270 നമുക്കൊരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു സപ്പോർട്ട് സോൺ ആണ്. നമുക്ക് 270 എന്ന് പറയുന്ന ആ ഒരു ലെവൽ. ആൻഡ് നമ്മൾ അതും കഴിഞ്ഞ് പോവുകയാണെങ്കിൽ ആ സപ്പോർട്ട് ലെവൽ കൺസിഡർ ചെയ്യാൻ പറ്റുന്നത് 252 ആണ്. ഒപ്പം വോഡഫോൺ ഐഡിയയുടെ ക്വറി വന്നിട്ടുണ്ട്. മിക്കവാറും നമ്മളുടെ മാർക്കറ്റ് പ്ലസിന്റെ സെഷനിൽ കൂടുതലും പ്രേക്ഷകർ ചോദിക്കുന്ന ഒരു സ്റ്റോക്ക് വോഡഫോൺ ഐഡിയ തന്നെയാണ്. വോഡഫോൺ ഐഡിയയെ സംബന്ധിച്ച് സബ്സ്ക്രിപ്ഷൻ ഡാറ്റ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഏപ്രിലിൽ വീണ്ടും ഒരു കുറവായിരുന്നു വോഡഫോണിനെ സംബന്ധിച്ച് രേഖപ്പെടുത്തിയിട്ടുണ്ടായിരുന്നത്. അതോടൊപ്പം തന്നെ കഴിഞ്ഞ ദിവസങ്ങളിൽ ഇൻഡസ് ടവറിന്റെ സ്റ്റേക്ക് സെയിലുമായി ബന്ധപ്പെട്ട അപ്ഡേഷൻസ് വോഡഫോണിൽ വന്നിട്ടുണ്ടായിരുന്നു. അവരുടെ ഫണ്ട് റേസിംഗുമായി FPO ത്രൂ ഫണ്ട് റേസിംഗുമായി ബന്ധപ്പെട്ട അപ്ഡേഷൻസ് ഒക്കെ തന്നെ വോഡഫോണുമായി ബന്ധപ്പെട്ട് വന്നിട്ടുണ്ടായിരുന്നു. കഴിഞ്ഞ സെഷനിൽ 0.3% നേട്ടത്തിൽ 16 രൂപ 90 പൈസ എന്ന റേഞ്ചിലായിരുന്നു വോഡഫോൺ ക്ലോസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. വോഡഫോണിൽ നമ്മൾ ഇനി വാച്ച് ചെയ്യേണ്ട ലെവലുകൾ ഏതൊക്കെയാണ്? നമുക്ക് വോഡഫോണിൽ വാച്ച് ചെയ്യേണ്ട ലെവൽസ് 17.41 എന്ന് പറയുന്ന ഒരു റെസിസ്റ്റൻസ് ലെവലാണ്. അതുപോലെ നെക്സ്റ്റ് റെസിസ്റ്റൻസ് ആയിട്ട് നമ്മൾ നോക്കേണ്ടത് 18.10 ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു റെസിസ്റ്റൻസ് ഏരിയ ആണ്. അത് കഴിഞ്ഞിട്ട് നമ്മളൊരു സപ്പോർട്ടിലേക്ക് വരുമ്പോൾ സപ്പോർട്ട് നമ്മൾ നോക്കേണ്ടത് 16.36 എന്ന് പറയുന്ന ഒരു ഇമ്പോർട്ടന്റ് സപ്പോർട്ട് ഏരിയ ആണ് വരുന്നത്. ആൻഡ് ഒരു നെക്സ്റ്റ് സപ്പോർട്ട് ലെവലായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നത് 15.64 ആണ്. യെസ്, താങ്ക് യു സോ മച്ച് ആനന്ദ്. ഇത്രയും സമയം നമ്മളോടൊപ്പം ക്വറീസ് ഒക്കെ തന്നെ അഡ്രസ്സ് ചെയ്തതിന്. ഒരു പ്രേക്ഷകൻ IDFC ഫസ്റ്റ് ബാങ്കുമായി ബന്ധപ്പെട്ട ക്വറി ചോദിച്ചു. നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. മാക്സിമം ക്വറീസ് നമ്മൾ അഡ്രസ്സ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിച്ചിട്ടുണ്ട്. ഏതായാലും മാർക്കറ്റ് പ്ലസിന്റെ പുതിയൊരു സെഷനിൽ കാണാം. അതുവരേക്കും നന്ദി.